ഏവർക്കും നമസ്കാരം. ഗ്രീൻ പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആനന്ദ്. ഒരു പി എസ് സി എക്സാം അല്ലെങ്കിൽ ഏതൊരു എക്സാം ആയിക്കോട്ടെ, ആ എക്സാമിൽ നമുക്ക് വിന്നർ ആകണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? റിപ്പീറ്റേഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഒരാഴ്ച പഠിക്കുന്ന കാര്യങ്ങൾ ആ ആഴ്ചയുടെ അവസാന ദിവസം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു മാസം പഠിക്കുന്ന കാര്യങ്ങൾ ആ മാസത്തിൻ്റെ അവസാന ദിവസം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം, നമ്മളാരും കമ്പ്യൂട്ടർ അല്ലേ. കമ്പ്യൂട്ടറിലാണെങ്കിൽ ഒരു പ്രാവശ്യം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ കിടക്കും അല്ലേ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കണമെന്നില്ല. അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. മനസ്സിലായോ? ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഏതൊരു ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ 100% ഉറപ്പിക്കാം, ഈ വരുന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 മെയിൻ ലിസ്റ്റുകളിൽ നിങ്ങൾ ഉയർന്ന റാങ്കുകൾ തന്നെ കാണും. മനസ്സിലായോ? അതുപോലെ തന്നെ ഇനി അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഏത് സോഴ്സ് വഴിയാണെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ടൈമിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ 50 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അതിൽ നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാം, 10 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല. ആ 10 ക്വസ്റ്റ്യൻ്റെ ആൻസറും കണ്ടെത്തുന്നവരെ നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ഉറക്കമില്ലാത്തൊരവസ്ഥ നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സാമിൽ നിങ്ങളെ തോൽപ്പിക്കാൻ മറ്റാർക്കും സാധിക്കില്ല. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് മൊഡ്യൂൾ 2 ബ്രീഡ്സ് ഓഫ് ലൈഫ് സ്റ്റോക്കിലെ ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് PSC ഈ ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ബൈനോമിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വാസ് ഡെവലപ്ഡ് ബൈ. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ A വാലെ, ഓപ്ഷൻ B ലിനൈസ്, ഓപ്ഷൻ C മാൽത്യൂസ്, ഓപ്ഷൻ D വാട്സൺ. ഇത് 2015 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആൻസർ പറഞ്ഞു പോവുകയാണ്. ഓപ്ഷൻ B ആണ്, ലിനൈസ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, 2015 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സുവോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡ് ടോഡ് ഡൊമസ്റ്റിക് ആനിമൽസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ A അരിസ്റ്റോഡാക്ടൈലെ, ഓപ്ഷൻ B റൂമിനൻറ്റ്, ഓപ്ഷൻ C മെമേലിയ, ഓപ്ഷൻ D പെരിസ്റ്റോഡാക്ടൈലെ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആൻസർ പറഞ്ഞു പോകാം. ഓഡ് ടോഡ് ഡൊമസ്റ്റിക് ആനിമൽസ്, അത് വന്നിട്ട് ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ്, പെരിസ്റ്റോഡാക്ടൈലെ. ഹോഴ്സൊക്കെ ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ. ദ സുവോളജിക്കൽ നെയിം ഓഫ് ഹംബ്ഡ് കാറ്റിൽ ഈസ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ A ബോസ് ഇൻഡിക്കസ്, ഓപ്ഷൻ B ബോസ് ടോറസ്, ഓപ്ഷൻ C ബോസ് ബുബാലിസ്, ഓപ്ഷൻ D ബോസ് അർണി. ഏതായിരിക്കും? ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മനസ്സിലാകും. എന്നാൽ ആൻസർ പറഞ്ഞു പോകാം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്, ബോസ് ഇൻഡിക്കസ്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഏതാണ് പറഞ്ഞത്? ബ്രീഡ്സ് ഓഫ് ലൈഫ് സ്റ്റോക്ക് അല്ലേ. അപ്പോൾ എന്താണ് ബ്രീഡ് എന്ന് പഠിക്കുന്നതിന് മുമ്പായിട്ട് ആനിമൽസിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് ഇതിനായിട്ട് കാറ്റിലിൻ്റെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ കാണാതെ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ നമുക്ക് നമ്മളോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ട് മറുപടി പറയാനുള്ള ബേസിക് നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്ത് സിസ്റ്റമാറ്റിക് പൊസിഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ തുടങ്ങിയത് എവിടെ നിന്നാണ്? കിങ്ഡത്തിൽ നിന്നാണ് അല്ലേ. ഇപ്പം നിങ്ങളും പലരും പഠിച്ച സമയത്ത് ഈ സിസ്റ്റമാറ്റിക് പൊസിഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നത് കിങ്ഡം ആയിരുന്നു അല്ലേ. ഇപ്പോൾ അതിനു മുകളിൽ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതേതാണ്? ഡൊമൈൻ. എന്താണ് ഡൊമൈൻ? അത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും ഉയർന്ന തലം അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയാം. ഇതിൽ പ്രധാനമായിട്ടും ഈ ഡൊമൈനിൽ ആർക്കിയ,
ബാക്ടീരിയ, യൂക്കാരിയോട്ട എന്നിങ്ങനെ 3 ഡൊമൈനാണ് ഉള്ളത്. അതിൽ ആനിമൽസ് ഉൾപ്പെടുന്ന ഡൊമൈൻ ഏതാണ്? യൂക്കാരിയോട്ട. മനസ്സിലായോ? ആനിമൽസ് ഉൾപ്പെടുന്ന ഡൊമൈൻ ഏതാണ്? യൂക്കാരിയോട്ട. എന്താണ് യൂക്കാരിയോട്ട? എന്താണ്? ഓർഗാനിസംസ് ഹൂസ് സെൽസ് ഹാവ് എ മെമ്മറൈൻ ബൗണ്ട് ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ്. അതായത് കോശങ്ങളിൽ ന്യൂക്ലിയസിന് ചുറ്റി കോശസ്തരം ഉള്ളതും അതുപോലെ തന്നെ സെൽ ഓർഗനൽസ് ഉള്ളതുമായ ജീവികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂക്കാരിയോട്സ് അല്ലെങ്കിൽ യൂക്കാരിയോട്ട എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞിവിടെ ന്യൂക്ലിയസിന് ചുറ്റി കോശസ്തരമുള്ളവയെ നമ്മൾ യൂക്കാരിയോട്ട എന്ന് പറയും. അപ്പോൾ കോശങ്ങളിൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മെമ്മറൈൻ ബൗണ്ടഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിനെ എന്ത് വിളിക്കും? എന്താ വിളിക്കുന്നത്? പ്രോകാരിയോട്ടിക് എന്ന് പറയും. എന്താണ്? പ്രോകാരിയോട്ടിക് എന്ന് പറയും. നമ്മൾ ബാക്ടീരിയ, ആർക്കിയ ഇതെല്ലാം ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവയാണ്. ഓക്കെ, അടുത്ത സിസ്റ്റമാറ്റിക് പൊസിഷൻ നോക്കുക. കിങ്ഡം ഏതാണ്? ആനിമേലിയ. കിങ്ഡം ഏതാണ്? ആനിമേലിയ. ആനിമൽസ് കളക്റ്റീവ്ലി മൊത്തത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത പൊസിഷൻ നോക്കുക. ഫൈലം. എന്താണ് ഫൈലം? ഏതാണ്? കോർഡേറ്റ അല്ലേ? ഏതാണ്? കോർഡേറ്റ. ആനിമൽസ് വിത്ത് ബാക്ക് ബോൺ, നട്ടലുള്ള ജീവികളെ മൊത്തത്തിൽ പറയാൻ വേണ്ടിയിട്ട് കോർഡേറ്റ ഉപയോഗിക്കുന്നു. അടുത്ത പൊസിഷൻ നോക്കുക. ക്ലാസ് ഏതാണ്? മമേലിയ. ഏതാണ് ക്ലാസ്? മമേലിയ. പ്രൊഡ്യൂസ് മിൽക്ക് ഫോർ ദെയർ യങ് വൺസ്, അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി വളർത്തുന്ന ജീവികളെ മൊത്തത്തിൽ പറയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? മമേലിയ എന്ന പദം ഉപയോഗിക്കുന്നു. അടുത്ത പൊസിഷൻ നോക്കുക. ഓർഡർ ഏതാണ്? ആർട്ടിയോഡാക്ടൈലെ. ഓർഡർ ഏതാണ്? ആർട്ടിയോഡാക്ടൈലെ. ക്ലോവൺ ഫൂട്ടഡ് അല്ലെങ്കിൽ ഈവൻ ടോഡ് ആനിമൽസ്, അതായത് ഇരട്ടക്കുളമ്പുള്ള ആനിമൽസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇരട്ടക്കുളമ്പ്, ഒറ്റക്കുളമ്പാണെങ്കിൽ അതിനെന്ത് വിളിക്കും? പെരിസ്റ്റോഡാക്ടൈലെ എന്ന് വിളിക്കും. എന്താണ്? പെരിസ്റ്റോഡാക്ടൈലെ. അതിലെന്തൊക്കെ ഉൾപ്പെടുന്ന? ആംഗുലേഴ്സ് അല്ലെങ്കിൽ ഓഡ് ടോഡ് ആനിമൽസ്. അതായത് ഉദാഹരണം നമ്മുടെ കുതിര, കഴുതയൊക്കെ ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത പൊസിഷൻ നോക്കുക. സബ് ഓർഡർ ഏതാണ്? റൂമിനേറ്റ. സബ് ഓർഡർ ഏതാണ്? റൂമിനേറ്റ. കട്ട് ചൂയിങ്, അതായത് അയവെട്ടുന്ന ആനിമൽസ് ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്ത പൊസിഷൻ നോക്കുക. ഏതാണ്? ഫാമിലി. ഏതാണ് ഫാമിലി? ബോവിഡേ അല്ലേ? എന്താ പറയുന്നത്? ഹോളോ ഹോൺസ്, അതായത് കൊമ്പിൻ്റെ അകവശം പൊള്ളയായിട്ടുള്ള ജീവി വിഭാഗങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ് ഉദാഹരണം? കാറ്റിലുണ്ട്, ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ എല്ലാം ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്ത പ്രശ്നം നോക്കുക. ജീനസ് എന്താ? ബോസ് അല്ലേ? ജീനസ് എന്താണ്? ബോസ്. റൂമിനൻ്റ് 4 ഫൂട്ടഡ് ആനിമൽസ്, അതായത് അയവെട്ടുന്ന 4 കാലുള്ള ജീവികളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത പൊസിഷൻ നോക്കുക. സ്പീഷ്യസ് എന്താണ്? ഇൻഡിക്കസ് അല്ലേ? ഇന്ത്യൻ കാറ്റിൽ വിത്ത് ഹമ്പ്. ഇന്ത്യൻ കാറ്റിലിൻ്റെ സ്പീഷ്യസ് ഏതാണ്? ഇൻഡിക്കസ്. അടുത്ത് നോക്കുക. ടോറസ് അല്ലേ? യൂറോപ്യൻ കാറ്റിൽ വിത്തൗട്ട് ഹമ്പ്, അതായത് വിദേശ രാജ്യത്തുള്ള കാറ്റിലിൻ്റെ സ്പീഷ്യസ് ഏതാണ്? ടൗറസ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ, അടുത്ത സ്ലൈഡ് ശ്രദ്ധിച്ച്. വാട്ട് ഈസ് എ സ്പീഷ്യസ്? എന്താണ് സ്പീഷ്യസ്? അറിയാമോ? എന്താണ് സ്പീഷ്യസ്? A species is a group of organisms that can interbreed and produce fertile offspring. It is the most basic unit of classification in biology. എന്താ പറയുന്നത്? പരസ്പരം ഇൻ്റർബ്രീഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം പ്രജനനം നടത്തി പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ ഒരു കൂട്ടമാണ് എന്താണ്? സ്പീഷ്യസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ വർഗീകരണത്തിലെ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ്, അതായത് ബേസിക് യൂണിറ്റാണ് സ്പീഷ്യസ്. ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ശരിക്കും ബ്രീഡ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ബ്രീഡിനെ കുറിച്ച് കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം.
The term breed is not a taxonomic category, but rather a term used to describe a group of organisms within a species. അതായത് നമ്മൾ ഈ ബ്രീഡ് എന്ന് പറയുന്ന പദം ശരിക്കും പറഞ്ഞാൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ ഒരു വിഭാഗമല്ല. മറിച്ച് നമ്മൾ പറഞ്ഞു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ അടിസ്ഥാന യൂണിറ്റ് അല്ലെ ബേസിക് യൂണിറ്റായ സ്പീഷ്യസിൻ്റെ അണ്ടറിൽ സിമിലാരിറ്റീസ് ഒരുപോലെയുള്ള ജീവികളെ പറയാൻ ഉപയോഗിക്കുന്ന പദമാണ് ബ്രീഡ്. മനസ്സിലായോ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കിയോളൂ. നോ ടു ആനിമൽസ് ആർ എലൈക്ക് and the difference between them led to the classification into various breeds. Each breed has their own characteristics and knowing them is essential for the purpose of identification of the breeds. എന്താണ് നോക്കാം. അതായത് നമ്മൾ പറഞ്ഞു എന്താണ് നമ്മളെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? സ്പീഷ്യസ് അല്ലേ. ആ ഒരു സ്പീഷ്യസിൻ്റെ അണ്ടറിൽ വരുന്ന ജീവികൾ എല്ലാം തന്നെ ഒരുപോലെ ഉള്ളവയായിരിക്കില്ല. മനസ്സിലായോ? അത് എന്താണ്? അവ തമ്മിൽ പല കാരണങ്ങൾ കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്നവയായിരിക്കും. ഈ വ്യത്യസ്തതകളാണ് ബ്രീഡ് അല്ലെങ്കിൽ ഇനങ്ങൾ എന്ന ക്ലാസിഫിക്കേഷനിലേക്ക് നയിച്ചത്. മനസ്സിലായോ? ഓരോ ബ്രീഡിനും അതിൻ്റേതായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ ഓരോ ബ്രീഡിനെ തിരിച്ചറിയുന്നതിനും അവ എന്താണെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിച്ചോളൂ. Breeds are formed through genetic isolation and natural adaptation to the environment or selective breeding or a combination of these two. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? ബ്രീഡ്സ് ആർ ഫോംഡ് ത്രൂ ജനറ്റിക് ഐസൊലേഷൻ. അതായത് ബ്രീഡ് ഉണ്ടായിരിക്കുന്ന ജനറ്റിക് ഐസൊലേഷൻ വഴി അല്ലേ. എന്താണ് ജനറ്റിക് ഐസൊലേഷൻ? സപ്പോസ് ഒരു പ്രദേശത്ത് ഒരു ബ്രീഡിൻ്റെ കുറച്ച് ആനിമൽസ് ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ ആനിമൽസിന് മറ്റു ബ്രീഡുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുമായിട്ട് പ്രജനനം അല്ലെങ്കിൽ ബ്രീഡിംഗ് നടത്താനുള്ള സാഹചര്യം ഇല്ലാതെ വരിക. അപ്പോൾ എന്തൊക്കെ സാഹചര്യം വരാം? ഏതെങ്കിലും ഫിസിക്കൽ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പറ്റത്തില്ല. എന്തൊക്കെയാണ് ഫിസിക്കൽ ബാരിയേഴ്സ്? ഇപ്പോൾ ഓഷൻ വരാം, കടൽ അല്ലെങ്കിൽ വലിയ മൗണ്ടെയിൻ, റിവർ, ഇതൊക്കെ കൊണ്ടത് ഒറ്റപ്പെടുകയും അത് ജീൻ ഫ്ലോ അല്ലെങ്കിൽ ജനറ്റിക് മിക്സിങ് ഇല്ലാതെ വരികയും അവ ഒരു പർട്ടിക്കുലർ ബ്രീഡായിട്ട് നിലനിൽക്കുകയും ചെയ്യപ്പെടും. മനസ്സിലായോ? ഓക്കെ, ഇനി എങ്ങനെ ബ്രീഡ് ഉണ്ടാകാം? നാച്ചുറൽ അഡാപ്ഷൻ ടു ദ എൻവയോൺമെൻറ്റ് അല്ലേ. എങ്ങനെ ഉണ്ടാകുന്നത്? ഇപ്പോൾ ഒരു ആനിമൽസ് അത് ജീവിക്കുന്ന പ്രകൃതിയോടുള്ള സ്വാഭാവികമായ പൊരുത്തപ്പെടൽ കൊണ്ട് ബ്രീഡ് രൂപപ്പെടാം. ഉദാഹരണം, നമ്മളിപ്പോൾ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ആനിമൽസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതിന് ഒരുപാട് രോമങ്ങൾ കാണും. എന്താണ്? തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചൂടുള്ള പ്രദേശത്തുള്ള ആനിമൽസ് ആണെങ്കിൽ എന്താണ്? രോമം കുറവായിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി എങ്ങനെ ബ്രീഡ് ഉണ്ടാകാം? സെലക്റ്റീവ് ബ്രീഡിങ് അല്ലേ. എന്താണ് സെലക്റ്റീവ് ബ്രീഡിങ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു വില്ലേജിൽ 10 പശു ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ 10 പശുവിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മിൽക്ക് പ്രൊഡക്ഷൻ ഉള്ളത് വെറും 4 പശുവിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വില്ലേജിലുള്ളവർ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നല്ല മിൽക്ക് പ്രൊഡക്ഷനുള്ള പശുവിനെ വളർത്തണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 10 പശുവിൽ നിന്ന് ഈ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷനുള്ള 4 പശുവിനെ സെലക്റ്റീവ് ചെയ്ത് അതിനെ നമ്മൾ ബ്രീഡിങ് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? അങ്ങനെ ബ്രീഡിങ്ങിലൂടെ കിട്ടുന്ന കുട്ടിയിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത്, നമ്മൾ ഡിസൈഡ് ചെയ്ത ക്വാളിറ്റീസ് ഉള്ളവയെ മാത്രം നമ്മൾ വീണ്ടും തിരഞ്ഞെടുക്കും. എന്നിട്ട് അതിനെ പിന്നെയും നമ്മൾ എന്താണ്? ബ്രീഡിങ്ങിന് വിധേയമാക്കും. അങ്ങനെ നമ്മൾ എന്താണ്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ജനറേഷൻ കണ്ടിന്യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിനെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. മനസ്സിലായോ? ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എന്താണ് ബ്രീഡ് എന്ന് പറയുന്നത്? ബ്രീഡ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓർ ബേർഡ്സ് ഹാവിങ് എ കോമൺ ഒറിജിൻ. അതായത് കോമൺ ബ്രീഡിംഗ് ഹിസ്റ്ററി, കോമൺ ആൻസിസ്റ്റർ and well-defined characteristics which can be transmitted to next generation. അതായത് പൊതുവായ ഉത്ഭവം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കോമൺ ആയിട്ടുള്ള പ്രജനന ചരിത്രം. മനസ്സിലായോ? അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള പൂർവികർ, കൂടാതെ വ്യക്തമായി നിർവചിക്കപ്പെട്ട സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകണം. അവ അടുത്ത തലമുറകളിലേക്ക്, അതായത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ബ്രീഡ് എന്ന് വിളിക്കും. മനസ്സിലായോ?
ബ്രീഡിൻ്റെ മറ്റൊരു ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളൂ. ഈസ് സഫീഷ്യൻ്റ്ലി ലാർജ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് വിച്ച് ഹാവ് എ കോമൺ ആൻസിസ്ട്രി ആൻഡ് ഒറിജിൻ ഓൾസോ possess similar morphological, physiological and genotypic characteristics that are inherited. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? പൊതുവായ പൂർവികരും അതുപോലെ തന്നെ പൊതുവായ ഉത്ഭവമുള്ള മൃഗങ്ങളുടെ ഒരു വലിയ കൂട്ടം, ഇവയ്ക്ക് പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതും അതുപോലെ തന്നെ സമാനവുമായിട്ടുള്ള മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ ആൻഡ് ജീനോടൈപ്പ് ക്യാരക്ടറിസ്റ്റിക് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ബ്രീഡ് എന്ന് പറയാം. ഉദാഹരണം, നിങ്ങൾ ഗീർ പശുവിനെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ചെവിക്ക് പ്രത്യേകതയുണ്ട്. എന്താണ്? ഒരു ഉണങ്ങിയ ഇല പോലെ, അല്ലേ, കേൾഡ് ലീഫ് പോലെയാണ് അതിൻ്റെ ചെവി കാണപ്പെടുന്നത്. അതിൻ്റെ കുട്ടിക്ക് എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെയായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ കാങ്ക്രച്ച്, അതിൻ്റെ കൊമ്പിന് പ്രത്യേകത, ക്രസൻറ്റ് ഷേപ്പ് അല്ലെങ്കിൽ ക്രൗൺ ഷേപ്പ്ഡ് അല്ലേ ആയിട്ടുള്ള കൊമ്പാണ് അതിന് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുട്ടിക്ക് എന്താണ്? അതായിരിക്കും കിട്ടുന്നത്. മനസ്സിലായോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെയുള്ളവയെ നമുക്ക് എന്ത് വിളിക്കാം? ബ്രീഡ് എന്ന് വിളിക്കാം. മനസ്സിലായോ? ഇവിടെ ശ്രദ്ധിച്ച് ഡിഫറെൻറ്റ് ബ്രീഡ്സ് ഓഫ് കാറ്റിൽ കണ്ടോ? ഇന്ത്യയിൽ തന്നെ കാണപ്പെടുന്ന പലതരം ബ്രീഡായിട്ടുള്ള കാറ്റിലാണ്. ഏതൊക്കെയുണ്ട്? സാഹിവാളുണ്ട്, ഗീറുണ്ട്, കാങ്കറജ് ഉണ്ട്, റെഡ് സിന്ധി ഉണ്ട്. ഓക്കെ, ഇതിനെല്ലാം എന്താണ്? ഓരോ ബ്രീഡിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് എക്സോട്ടിക് കാറ്റിൽ, അതായത് നമ്മുടെ ഇന്ത്യയിലെ കാറ്റിലും വിദേശ കാറ്റിലും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ വളരെ ശ്രദ്ധിക്കണം, കാരണം അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തന്നെ ഇന്ത്യൻ കാറ്റിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത എന്താണ്? ഹമ്പാണ്, അല്ലേ? ഇവിടെ നോക്കിയ ഷോൾഡർ റീജിയനിൽ മുകൾ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കും? ഹമ്പ് എന്ന് വിളിക്കും. ഇവിടെ എക്സോട്ടിക് കാറ്റിലുണ്ടോ? ഇല്ല, അല്ലേ? ഇനി എന്താണ് പറയുന്നത്? ഇവിടെ മറ്റൊരു പ്രത്യേകതയാണ് ഡിവ്ലാപ്പ്. എന്താണ്? കഴുത്തിന് താഴെ ഫോൾഡുള്ള, മടക്കുകളുള്ള ഒരു സ്കിന്നിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിവ്ലാപ്പ് എന്ന് വിളിക്കും, അല്ലേ? ഇവിടെ ഇന്ത്യൻ കാറ്റിൽ നോക്കിയാൽ വെൽ ഡെവലപ്ഡ് ഡിവ്ലാപ്പ് ഉണ്ട്, അല്ലേ? എക്സോട്ടിക് കാറ്റിലുണ്ടോ? ഇല്ല, അല്ലേ? ഇനി ഈ ഡിവ്ലാപ്പ് എന്തിനെ സഹായിക്കുന്നു? നമ്മുടെ ഇന്ത്യൻ കാറ്റിലിന് വെൽ ഡെവലപ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ, അതായത് തെർമോ റെഗുലേഷന് സഹായിക്കുന്ന ഒരു ബോഡി പാർട്ടാണ് ഏത്? ഡിവ്ലാപ്പ്. ഇനി ഇവിടെ നോക്കിയേ, ഷീത്ത്, അല്ലേ? വെൽ ഡെവലപ്ഡ് ഷീത്ത് ഉണ്ട്. എന്താണ് ഷീത്ത്? പെനിസിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന സ്കിന്നിനെ നമ്മൾ എന്ത് നോക്കുന്നു? ഷീത്ത് എന്ന് വിളിക്കുന്നു, അല്ലേ? ഇവിടെ ഇന്ത്യൻ കാറ്റിൽ എന്താണ്? വെൽ ഡെവലപ്പാണ്. എക്സോട്ടിക് കാറ്റിന് വെൽ ഡെവലപ്പ് ആണോ? അല്ല, അല്ലേ? ഇതൊക്കെ ഇതിൻ്റെ എന്താണ്? ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ, ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. സയൻറ്റിഫിക് നെയിം, അതായത് നമ്മൾ ഇന്ത്യൻ കാറ്റിലെ സയൻറ്റിഫിക് നെയിം എന്താണ്? ബോസ് ഇൻഡിക്കസ്. എന്താണ്? ബോസ് ഇൻഡിക്കസ്. എക്സോട്ടിക് കാറ്റിലെയോ? ബോസ് ടൗറസ്. ഓക്കെ, അടുത്ത മിൽക്ക് പ്രൊഡക്ഷൻ വരുമ്പോൾ ഇന്ത്യൻ കാറ്റിലെ മിൽക്ക് പ്രൊഡക്ഷൻ എന്താണ്? ലോ ആണ്. എക്സോട്ടിക് കാറ്റിലെയോ? ഹൈ ആണ്, അല്ലേ? ഇനി ഹമ്പ് നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ കാറ്റലിൻ്റെ വലിയൊരു പ്രത്യേകത ഹമ്പ്. ഇന്ത്യൻ കാറ്റലിന് പ്രസൻ്റ് ആണ് ഹമ്പ്, എന്നാൽ എക്സോട്ടിക് കാറ്റലിന് അതെന്താണ്? ആബ്സെൻ്റ് ആണ്. അഡാപ്റ്റബിലിറ്റി ടു ഹോട്ട് ക്ലൈമറ്റ്, അതായത് ഇന്ത്യൻ കാറ്റലിന് വെൽ ഡെവലപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്താണ്? ഈ അഡാപ്റ്റബിലിറ്റി ടു ഹോട്ട് ക്ലൈമറ്റ് ഹൈ ആണ്, എന്നാൽ എക്സോട്ടിക് കാറ്റലിന് എന്താണ്? ലോ ആണ്. ഇനി ഡിസീസ് റെസിസ്റ്റൻ്റ്, രോഗപ്രതിരോധ ശേഷി ഇന്ത്യൻ കാറ്റലിന് ഹൈ ആണ്, എക്സോട്ടിക് കാറ്റലിനോ? ലോ ആണ്. മനസ്സിലായോ? ഇനി ഡിവലപ്പ് ആൻഡ് ഷീത്ത് നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ കാറ്റിന് വെൽ ഡിവലപ്പ് ആൻഡ് ഷീത്ത് ഉണ്ട്, എക്സോട്ടിക് കാറ്റിന് എന്താണ്? ലെസ് ഡെവലപ്ഡ് ആണ്. ഓക്കെ, അടുത്തെന്താണ്? ഏജ് അറ്റ് സെക്ഷൽ മെച്യൂരിറ്റി. ഇന്ത്യൻ കാറ്റലിൻ്റെ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്ന സമയം എത്രയാണ്? 24 മുതൽ 36 മാസം, അതായത് 2 വർഷം മുതൽ 3 വർഷം എടുക്കും. അപ്പോൾ എക്സോട്ടിക് കാറ്റിലോ? 15 മുതൽ 18 മാസം, അതായത് 1.25 മുതൽ 1.5 വർഷത്തിനകത്ത് എക്സോട്ടിക് കാറ്റിൽ എന്താവും? സെക്ഷൽ മെച്യൂരിറ്റി എത്തും. മനസ്സിലായോ? According to utility, the Indian breeds of cattle can be broadly classified as first, milch or dairy breeds, second, draught breeds, third, dual purpose breeds. അതായത് ഉപയോഗത്തിനനുസരിച്ച് നമ്മൾ ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റിൽ നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മിൽച്ച് അല്ലെങ്കിൽ ഡയറി ബ്രീഡ്സ്, രണ്ടാമത്തത് ഡ്രോട്ട് ബ്രീഡ്സ്, മൂന്നാമത്തത് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സ്. എന്നിങ്ങനെ നമ്മൾ 3 തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു,
അക്കോർഡിംഗ് ടു യൂട്ടിലിറ്റി, അതായത് ഉപയോഗത്തിന് അനുസരിച്ച് നമ്മൾ ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റ് നമ്മൾ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ അതിൻ്റെ എല്ലാം പ്രത്യേകതയാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇനി കൗ എടുക്കുമ്പോൾ നമ്മൾ ഡയറി ബ്രീഡിൻ്റെ കൗ എങ്ങനെയായിരിക്കും? ഗുഡ് മിൽക്ക് ഈൽഡേഴ്സ് ആയിരിക്കും, നല്ല രീതിയിൽ പാല് ഉൽപ്പാദനമുള്ള കൗസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഡ്രോട്ട് ബ്രീഡിൻ്റെയോ പുവർ മിൽക്ക് ഈൽഡേഴ്സ്, അതായത് പാലുൽപാദനം കുറവായിരിക്കും. ഇപ്പോൾ ഡ്യുവൽ പർപ്പസ് ആണെങ്കിൽ ഫെയർലി ഗുഡ് മിൽക്കേഴ്സ്, എന്താണ് ഫെയർലി ഗുഡ് മിൽക്കേഴ്സ്, അത്യാവശ്യം പാല് തരുന്നവയായിരിക്കും. ഓക്കെ, ഇനി ബുള്ളോക്ക് വരുമ്പോൾ നമ്മൾ ഡയറി ബ്രീഡ്സിൻ്റെ ബുൾസ് എങ്ങനെയായിരിക്കും? ബുൾസ് ഹാവ് പുവർ വർക്കിംഗ് ക്വാളിറ്റി, നമുക്ക് വർക്കിങ്ങിന് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബുള്ളായിരിക്കും ഈ ഡയറി ബ്രീഡ്സിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഡ്രോട്ട് ബ്രീഡ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? എക്സലൻ്റ് വർക്കിംഗ് ക്വാളിറ്റി അല്ലേ? ഡ്രോട്ട് ബ്രീഡിൻ്റെ ബുൾ എങ്ങനെയായിരിക്കും? എക്സലൻ്റ് വർക്കിംഗ് ക്വാളിറ്റി. ഇനി ഡ്യുവൽ പർപ്പസിൻ്റെ ബ്രീഡിലുള്ള ബുൾ എങ്ങനെയായിരിക്കും? ഗുഡ് ഫോർ ഡ്രോട്ട് പർപ്പസ്, അത്യാവശ്യം നമുക്ക് ഡ്രോട്ട് പർപ്പസിന് ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ബോഡി ക്യാരക്ടേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഡയറി ബ്രീഡ്സിൻ്റെ ബോഡി ക്യാരക്ടേഴ്സ് ആണ് പറയാൻ പോകുന്നത്. എന്താണ്? ഫസ്റ്റ് പെൻഡുലസ് ഡിവലപ്പ്, അതായത് തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഡിവലപ്പ് കാണും. ലൂസ് സ്കിന്നായിരിക്കും, ലൂസാറുള്ള സ്കിന്നുണ്ടായിരിക്കും. ബ്രൈറ്റ് ഐസ്, അതായത് തിളങ്ങുന്ന കണ്ണുകൾ ഉണ്ടായിരിക്കും. ഇനി കാപ്പഷ്യസ് അഡർ, അതായത് നല്ല വലുപ്പമുള്ള അഡർ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഡ്രോട്ട് ബ്രീഡിൻ്റെ ബോഡി ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വെൽ പ്രൊപ്പോർഷനേറ്റ് ബോഡി, നല്ല രീതിയിലുള്ള ബോഡി ഉണ്ടായിരിക്കും. രണ്ടാമത്തെ എന്താണ്? സ്ട്രോങ് ലിംബ് അല്ലേ, ഇതിൻ്റെ കാല് നല്ല ശക്തിയുള്ള കാലുകൾ ഉണ്ടായിരിക്കും. ഇനി ടൈറ്റ് സ്കിൻ, നമ്മൾ ഡയറി ബ്രീഡ്സ് പറഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? ലൂസ് സ്കിൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. ടൈറ്റ് സ്കിൻ, നല്ല ടൈറ്റായിട്ടുള്ള സ്കിൻ ഉണ്ടായിരിക്കും. ഇനി ഫാസ്റ്റ് ഗൈറ്റ്, ഇതൊക്കെ നടത്തമൊക്കെ എന്താണ്? വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നവ ആയിരിക്കും. മനസ്സിലായോ? ഇനി ഡ്യുവൽ പർപ്പസ് ബ്രീഡ് എങ്ങനെയായിരിക്കും? ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ബിറ്റ്വീൻ ഡയറി ആൻഡ് ഡ്രോട്ട് ബ്രീഡ്സ്, അതായത് ഈ ഡയറി ബ്രീഡ്സിൻ്റെയും അതുപോലെ തന്നെ ഡ്രോട്ട് ബ്രീഡ്സിൻ്റെയും ഇടയിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ആർക്കുണ്ടായിരിക്കുക? ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സിന് ഉണ്ടാകുക. മനസ്സിലായോ? അടുത്ത എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡയറി ബ്രീഡ്സിന് ഉദാഹരണം ഏതൊക്കെയാണ്? സിന്ധി, സാഹിവാൽ, ഗിർ, ഇതെല്ലാം നമുക്ക് ഡയറി ബ്രീഡ്സിന് ഉദാഹരണമാണ്. അപ്പോൾ ഡ്രോട്ട് ബ്രീഡ്സ് ഏതൊക്കെയാണ്? കങ്കയം, ഹാലിക്കർ, അമൃത് മഹാൽ. ഏതൊക്കെയാണ്? കാങ്കയം, ഹാലിക്കർ, അമൃത് മഹാൽ. ഇനി ഡ്യുവൽ പർപ്പസ് ബ്രീഡ് നോക്കുക. ഡ്യുവൽ പർപ്പസ് ഏതാണ്? ഹരിയാന, കാംഗ്രസ്, ദ്യോണി, താർപാക്കർ. ഇതെല്ലാം നമ്മൾ ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സിന് ഉദാഹരണമാണ്. നമ്മൾ ഇനി വരുന്ന ദിവസങ്ങൾ ഇവയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കും. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ആളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.